എടാ നാളത്തെ ഇന്ത്യൻ ഫ്രൈഡേ ആണ്. അതിന് മേടിച്ചൊരു സാധനമാണ് നീയൊക്കെ കൂടി പഠിച്ചിരിക്കുന്നത്. നാളെ സാധനം നാളെ ഫ്രൈഡേക്ക് വെച്ചിട്ട് സാധനം അടിച്ചിട്ട് ഫ്രൈഡേ ആയാലും ഫ്രൈഡേ ആയാലും ഈ കീടം സാധനം കൊണ്ടുവന്നിരിക്കും നമ്മൾ അടിച്ച് കൊണ്ടുവന്നാൽ മതി. എടാ ഈ ഫോണൊന്നും എടുത്തടാ. ഹലോ, നിങ്ങൾ എവിടെ എത്തിയോ? ഇല്ലടാ ഇപ്പൊ എത്തും. നിങ്ങളുടെ താളത്തിന് അവിടെ ചെന്ന് സാധനം കിട്ടുന്നത് അജോ വിളിച്ച് പറഞ്ഞോണ്ട് ഒരെണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്. ആകെപ്പാടെ ഒന്നേ ഉള്ളെന്നാ പറഞ്ഞേ. ഇന്നലെയും കൂടി അവധിയായിരുന്നു. എത്തിയടാ. ഇതാ പൈലയുടെ വീട്. ചേച്ചിയെ അച്ചായ ഭാഗ്യം, ആളെന്തായാലും അകത്തുണ്ട്. എടാ വായ നോക്കട്ടെ, നേരെ അടക്ക്. ഓ മാന്യൻ. മാന്യനായതെന്ന് പറഞ്ഞതല്ല, എവിടെ ചെന്നാലും വായി നോക്കിയാൽ അടി മേടിച്ച് തരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പൈലി ചേട്ടാ, ഇയാളിത് എവിടെ? പൈലി ചേട്ടാ. ചേട്ടോ. ദേ വരുവാ. ചേട്ടാ അജ പറഞ്ഞിട്ട് വരുന്നേ. നമ്മുടെ ജോർജിന്റെ മകൻ. പിന്നെ 1400 വില. അയ്യോ, 1400? ചേട്ടാ ഒരു മിനിറ്റേ. ഇന്നലെ ഇന്നുമൊക്കെ അവധിയല്ലേടാ പിള്ളേരെ. വേണേൽ 1600 വിൽക്കാം. പിന്നെ ആ ചെറുക്കൻ പറഞ്ഞ കാരണം ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ഇപ്പൊ ഒരു കോൾ ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ അജോ. എടാ 1400 പറഞ്ഞേ. ഇന്നിനി വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലോ. നിന്നോടൊക്കെ അന്ന് അടിച്ചു തീർത്തപ്പോഴാ ഞാൻ പറഞ്ഞ. വേറെ ഇപ്പൊ എന്നാ ചെയ്യാനാ? നീയൊക്കെ എന്തേലും കാണിക്കും. സാധനം കിട്ടിയാ മതി. എങ്ങനെ എടുക്കുമല്ലേ? എടുക്ക്. ഓക്കെടാ, എടുത്തോ. നീ എന്നാ കാണിക്കുക? ഉള്ളതോടെ ഇല്ലാണ്ടാവും. താങ്ക് യു. ഈ ഉപകാരം ഞങ്ങൾ മരിച്ചാലും മറക്കില്ല മല്ലയ്യ. ഭാഗ്യം കൊണ്ട് നമുക്ക് സാധനം കിട്ടി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മ എന്നേ തന്നെ. അത് ശരിയാ. ദൈവമേ, 400 കൂടുതൽ പോയാലെന്നാ? സാധനം കയ്യിൽ കിട്ടിയില്ലേ? നേരെ നടക്കണം. എന്നാ പോക്കണം. സാറേ, അയ്യോ, ഇപ്പൊ ഉണ്ടായിരുന്ന 2 പിള്ളേര് വന്ന് മേടിച്ചോണ്ട് പോയതേ ഉള്ളൂ. അതെ അവന്മാരാ സാറേ. അതെ ഡോടോ പറമാരല്ല സാറേ. ഇതവന്മാരാ. കീടം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ സാറേ? അതെ, വേറൊന്നുമല്ല സാറേ. സാറിന് പറയാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ പറയാം. ഇല്ല സാറേ, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കീടല്ലേ. അതെ, എന്നാ പറയാനാടാ പോയി. നമ്മുടെ SI സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവർക്കൊരു കുപ്പി വേണം. ഇതിപ്പോൾ ഇങ്ങനൊരു ദിവസമായി പോയില്ലേ. അയ്യോ സാറേ, ഞങ്ങളും കുപ്പി അന്വേഷിച്ച് നടക്കുക. ഒരിടത്തും കിട്ടാനില്ലെന്നേ. ഇതിപ്പോൾ ഇന്നലെ അവധി ആയതുകൊണ്ട് ഞങ്ങൾ സാറൊക്കെ പോയി നോക്കി സാറേ. സാറിനറിയാലോ, 10-40 കിലോമീറ്റർ ഓടി ടൗണിൽ പോയാലും ഞങ്ങൾക്ക് അതിനുള്ള കണക്ഷൻ ഇല്ല സാറേ. ഇതിപ്പോൾ സാറുമാർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തിരിക്കുമോ സാറേ? എന്താടാ നിന്നെയൊക്കെ ഒരു മണം? ഞങ്ങൾ അടിച്ചില്ല സാറേ. സാറേ, ഇവന്മാർ പറഞ്ഞത് ശരിയാ. ഇവന്മാർ അടിച്ചിട്ടില്ല, പക്ഷേ ഇവന്മാരുടെ അരയിൽ സാധനമുണ്ട്. സാറേ അതെടുക്കില്ല സാറേ. രാവിലെ മുതൽ തെണ്ടി നടന്നിട്ട് കിട്ടിയാ സാറേ. എന്നാ ചെയ്യാനാടാ പോയി. ഇതും കൊണ്ട് ചെന്നില്ലെങ്കിൽ SI സാറിൻ്റെ വായിരിക്കണ തെറി മുഴുവൻ ഞങ്ങൾ കേൾക്കേണ്ടി. അങ്ങനെ പറയല്ലേ. അയ്യോ സാറേ,
ഇത് ഞങ്ങളുടെ മാത്രമല്ല ഷെയറാ, അതുകൊണ്ടാ. ഒരു കാര്യം അങ്ങോട്ട് പറയാം, ഈ സാധനം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകും. അയ്യോ സാർ അങ്ങനെ പറയില്ലേ സാർ. ഒന്നീ കേസാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ. കേസ് എന്താ വേണ്ടേ? അത് പ്ലീസ് പെറ്റി എഴുതി സാറേ. പറ്റിയ സാറേ. സാറേ സാർ സാർ വേണ്ട. ഇതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല. നീയൊക്കെ എവിടെ പോയാണേലും സാധനം കൊണ്ടു നോക്കണം. എൻ്റെ കൂമ്പി ഒരു കഥയും. എടാ ഇവന്മാർ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാടാ. മതി കളിയൊക്കെ നിർത്ത്, നിങ്ങൾ സാധനം എടുക്കും. കളിയല്ലെന്നേ, നേരാന്നേ. കുപ്പി പോലീസ് കൊണ്ടുപോയി. ആ വിഷ്ണു സാറൊക്കെയാ കൂടെ സൈക്കോയും. എൻ്റെ പൊന്നളിയ സത്യം പറയണത്, ആ പോലീസ് വഴി നിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കൃത്യം പോയി പെടുകയും ചെയ്തു. എന്നിട്ടാ ഓ നീയൊക്കെ അതും കൊടുത്ത് ചിങ്ങ് പോന്ന് കാണും അല്ലേ? കൊടുത്താണോ? അവന്മാരെ പിടിച്ച് മേടിച്ചല്ലേ? നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞു? എടാ പൈലിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴിക്ക് ഒരു പോലീസിനെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ പറയുന്ന കഥ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുള്ള കാര്യം അങ്ങ് പറഞ്ഞു. നിനക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ വിശ്വസിക്കും. അല്ല പിന്നെ എന്ത് വിശ്വസിക്കാൻ? ഇവനൊക്കെ പറഞ്ഞു വിട്ടാൽ നമ്മളെ പറഞ്ഞാൽ മതി. കയ്യിലാകെ ഉണ്ടായിരുന്ന പൈസയും തീർന്ന് 2 അടിച്ച് എവിടെയും കിടക്കാന്ന് വിചാരിച്ചാൽ അതും മൂഞ്ചി. ഈ ഉണ്ണാക്കന്മാർ പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്നാ പിന്നെ നിങ്ങൾക്കങ്ങ് പോകത്തില്ലായിരുന്നോ? ഡാടാ ഒരു കഴിവേറിച്ച് വന്നിട്ട് കൂടുതൽ ഡയലോഗൊന്നും വേണ്ട. അത് ആരും ചെയ്യാത്തൊരു തൊലിഞ്ഞ കഥയും. ഓ നിങ്ങൾക്കൊക്കെ ഇപ്പൊ കഥയായിട്ടാ തോന്നുന്നേ. അതവിടെ നിൽക്കട്ടെ, നീയൊക്കെ എത്രയ്ക്കാ അത് മറിച്ചത്? ആര്? അതോ നീയൊക്കെ അത് അടിച്ചോ? അല്ലെങ്കിലും തേൻപാറ വാറ്റുണ്ടായിരുന്നപ്പോ കൂട്ടുകാരെ ഒപ്പിച്ച് കോടയം കൊണ്ട് പോയല്ലേ നിന്റെ അപ്പൻ. നീ ആ കൊണവധികാരം കാണിക്കാതിരിക്കത്തില്ല. ഡാ നീ നിർത്തിക്കോ. നിന്റെ അപ്പൻ്റെ മുഖത്ത് നീ എന്നോട് പറയണ്ട. പിന്നെ കുപ്പിയുടെ കാര്യം അത് ഞങ്ങൾ ആരെ കൊന്നിട്ടായാലും ഇവിടെ കൊണ്ടുവരും. നിനക്കൊക്കെ അതുപോലെ. നീയൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ഡയലോഗ് അടിക്കാതെ. ആദ്യം പോയി നീ പറഞ്ഞ കുപ്പി കൊണ്ടുവാ, അത് അടിച്ചിട്ട് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ. മനസ്സിലായല്ലോ? കൊണ്ടുവരാടാ, നീ വേടാ. നമുക്ക് പൈലറ്റ് വീട് ഒന്ന് പോയാലോ? അതിന് അവിടെ ആകെ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ സാധനം ഒപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ആ ബെസ്റ്റ്. നിന്റെ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം സാധനം ഒപ്പിക്കുന്നു. ഓ ഞാനാണെങ്കിൽ അവന്മാരെ കൊണ കത്താൻ വേണ്ടി ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാ. ഇനി എന്നാ ചെയ്യും? എടാ സ്റ്റീഫിനൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്ക്. ഹലോ സ്റ്റീഫാ. എന്താടാ? അതെ സാധനം ഇവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റുമോടാ അന്ന്? എടാ ഇന്നത്തെ കാര്യമായതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. നീ ആ ആൽബിച്ചിനെ ഒന്ന് വിളിച്ചു നോക്ക്. പുള്ളിക്ക് കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഭാഗ്യം ഉണ്ടെ കിട്ടും. ഏതാ നമ്മുടെ തോറ്റ മെമ്പറോ? ആ അതേടാ. ആ എന്നാ ശരി. ഓക്കെ. ആ ശരിടാ ഓക്കെടാ. ആൽബിച്ചിൻ്റെ കാര്യം പറഞ്ഞേ. ടൗണിൽ പോയി ആളെ പോക്കാം. വാ. ഇവനൊരു വീഡിയോ ഇടും. ഇതിലൊക്കെ ഒരു കയ്യും കണക്കും വേണ്ട അൽപ്പിച്ച. ഈ കട ഒഴിപ്പിക്കാനും മരം മുറിക്കാനും പഞ്ചായത്തിൽ നിന്നുള്ള സമ്മർദ്ദം തനിക്കറിയാമല്ലോ. പാവപ്പെട്ട ഒരുത്തനല്ലേ എന്ന് വിചാരിച്ചിട്ടാ. മെമ്പറേ. ആ കീടോ എന്നാടാ? അയ്യോ ഒന്നും പറയണ്ട. തോറ്റാലും നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളുടെ മെമ്പർ. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരാൻ ആൽബിച്ച് മാത്രമല്ലേ ഉള്ളൂ, അല്ലടാ? പിന്നല്ല. അത് ഞാൻ ഇലക്ഷൻ കണ്ടതാ. നീ കാര്യം പറ. എങ്ങനെയും 1 ലിറ്റർ സാധനം വേണം. ആൽബിച്ച് ഞങ്ങളെ സഹായിക്കണം. നടക്കത്തില്ലെന്ന് മാത്രം പറയരുത്. എടാ 2 ദിവസം അവധിയല്ലായിരുന്നോടാ, വലിയ പാടാ. ആകെ പെട്ട് നിൽക്കുക. ആൽബിച്ച് വിചാരിച്ചില്ല എന്തെങ്കിലും നടക്കും. ആൽബിച്ച ഒരെണ്ണം എങ്ങനെയും. എടാ ഒരു വഴിയുണ്ട്. നീ ആരോടും പറയരുത്. നമ്മുടെ തേൻപാറയിലെ കന്യകനില്ലേ? കന്യകനോ? അതാരാ? എടാ നമ്മുടെ ജോസ്, കന്യകൻ ജോസ്. ദൈവമേ ആരടാ? നീ എന്നടാ കന്യകനെ അറിയില്ലേ? ഇല്ല. കൊള്ള. നീയൊക്കെ എന്നെ കുടിയന്മാരടാ പോയി. 12ാമത്തെ വയസ്സിൽ വാറ്റ് തുടങ്ങിയ ടീമാ. ചോദിച്ചാ മതി, നിന്റെ അപ്പനൊക്കെ അറിയാം.
എപ്പോൾ ചെന്നാലും സാധനം സ്റ്റോക്കാണ്. പക്ഷെ കിട്ടണ കുറച്ച് മല കയറേണ്ടി വരും. വെടിയിറച്ചിയും വാറ്റും, അതാ പുള്ളിയുടെ കോമ്പിനേഷൻ. പക്ഷെ ആളൊരു മരടന, പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തോണം. പിന്നെ പുള്ളി നല്ല മൂടാണെങ്കിൽ ഒന്നാന്തര സാധനം കിട്ടും. ചോദിക്കുന്ന പൈസ ഞാൻ കൊടുത്തേക്കണം. ഇവിടുന്ന് നേരെ കരടിപ്പാറ എസ്റ്റേറ്റ്, അതിനകത്തോടുള്ള വഴി ചെന്ന് തീരുന്നിടത്താ പുള്ളിയുടെ വീട്. ആശാനെ, പുള്ളിക്ക് സാധനവും ചോദിച്ചായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലേ? അറിയാം. ചെന്ന് കേറട്ടടാ. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ആളുടെ പേരെന്നാന്ന് പറഞ്ഞേ? ജോസ്. ജോസ്. ജോസേട്ടാ, ജോസേട്ടാ, ജോസേട്ടോ, ജനലൊക്കെ തുറന്ന് കിടപ്പുണ്ടല്ലോ. നല്ല വാറ്റിൻ്റെ മണം. ആ ചേട്ടാ, ഇവിടെ സാധനം കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാ. ഇന്ന് ഡ്രൈഡ് ആയതുകൊണ്ട് 1 ലിറ്റർ കിട്ടിയിരുന്നെങ്കിൽ. സാധനോ? ആ. എന്ത് സാധനം? അല്ല, ഇത് കനിയൻ ജോസന്റെ വീടല്ലേ? ഓളിയടി മക്കളെ ഇറങ്ങി പൊക്കോളെ മുറ്റത്തുനിന്ന്. കാട്ടു വന്നിട്ട് ചങ്ങിനിട്ട് അതിനൊക്കെ മുതലാകത്തിരിക്കുന്നുണ്ട്. എടുത്ത് കീഴിച്ച് ഞാൻ ഇറങ്ങി പോടാ. ഇയാൾ ഒരു മരുന്നാട്ടോ. ആന്നേ. ആ ആൽബിച്ചും പറഞ്ഞ നേരാ. നല്ല പൈനാപ്പിൾ ഇട്ട് മാറ്റിയ സാധനം ഉണ്ട് ഇവിടെ. വന്നപ്പോൾ തൊട്ട് മണം ഉണ്ടായിരുന്നു ഇവിടെ. സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേറെ സാധനം ഒന്നും കിട്ടത്തില്ല ഇന്ന്. ഇയാളത് തരൂല. ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ? വാ നോക്കാം. എന്നതാടാ അത്? പോയിട്ട് വരാം. മറ്റവൻ
ചേട്ടാ ചേട്ടാ അയ്യോ, നീ ഇതെന്നാ പരിപാടിയാണോ കാണിച്ചേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഡോ ഡോ നമ്മളിവിടെ വന്നിട്ടുമില്ല, ഇയാടെ തലയിൽ പൊളിച്ചിട്ടുമില്ല. നീ കുപ്പി എടുക്കുക, വാ പോവാം. നീ എന്തൊരു മനുഷ്യനാടാ? വാ ഇയാളെ നമുക്ക് ആശുപത്രി ഉണ്ടോ? വാ പിടി. എന്ത് മനുഷ്യൻ? മനുഷ്യന്മാരോട് പെരുമാറുന്ന പോലെയാണ് ഇയാൾ നമ്മളോട് പെരുമാറിയത്. നീ വരുന്ന വഴിക്ക് വാ. നമ്മളിവിടെ നിന്ന് പോകുന്നുണ്ടേ, അത് ഇയാളെ കൊണ്ട് ആശുപത്രിയിലേക്കായിരിക്കും. നീ വേഗം സ്റ്റീഫൻ വിളി, ഓട്ടോ ഇട്ട് വരാൻ പറ. എനിക്ക് പറ്റില്ല, നീ വേണമെങ്കിൽ വിളിക്ക്. എന്തുവാ ഇവന്മാരെന്തിന് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം? അമ്മയന്മാർ വീണ്ടും ഫോൺ കട്ടാക്കുക. ഇത് എത്ര വിളിയായി? അവന്മാർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഹലോ സ്റ്റീഫാ. തലയൊന്നും പൊട്ടിയിട്ടില്ല, നന്നായിട്ട് മുഴച്ചിട്ടുണ്ട്. നീയൊക്കെ എന്തുമാരാടേ കാണിച്ചേ? എന്റെ പൊന്നു സ്റ്റീഫ, ഇപ്പൊ കഥയൊന്നും പറയാനുള്ള സമയമില്ല. നീ ഒന്ന് പിടിച്ചേ. ഡാ അവിടെ കവച്ചിരിക്കാതെ വന്ന് പിടിയടാ. പിടി പിടിയടാ. വേഗം പോടാ, ഓട്ടോയാ പ്ലെയിൻ അല്ല. ഇയാളെങ്കിലും ചത്തുപോയി നമ്മൾ പെട്ടു. ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? പാട്ടിലേക്ക് ഒരു കണക്ഷനാടാ. തലക്കാ പരുക്ക്. നേരങ്ങനെ കേസ് കൊടുത്താൽ നീയൊക്കെ അകത്താ. എന്നാ പറയാനാ, പറ്റിപ്പോയി. സാധനം എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ആ ജോസിന്റെ ആൾക്കാരാരാന്നാ ഒന്ന് ബില്ലടയ്ക്കണേ. ഒരു മിനിറ്റ്. എവിടാ എവിടാ സിസ്റ്റർ ബെല്ലടിക്കണം എന്ന് പറഞ്ഞേ? ബെല്ലടിക്കണമെന്നല്ല പറഞ്ഞത്, ബില്ലടയ്ക്കണമെന്നാ പറഞ്ഞേ. എന്നാ ബില്ല് കേട്ടോ. അയ്യോ ശരി. അപ്പം തീർന്നു. അയ്യോ ഇയാള് ഇവനെ കംപ്ലീറ്റ് പോയ മോളെ ഡോക്ടറെ ഒന്ന് വിളിക്കാവോ? ദൈവമേ, ഇപ്പൊ വിളിക്കാം കേട്ടോ. ഇയാള് പോലീസിനെ അറിയിക്കാൻ എങ്ങനെയാണോ? ഡോക്ടർ സീരിയസ് ആയിക്കാ? ഐ മീൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞോ? നോ ഡോക്ടർ. അപ്പച്ചോ ബോധം പോയി. തലയ്ക്ക് നല്ല അടി കിട്ടിയ പോലെ ഉണ്ട്. 1-2 ദിവസം നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരും. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ. ഒരു മിനിറ്റ്. എടാ ഉടനെ വരൂടാ, ഞങ്ങളൊരു സ്ഥലം വരെ വന്നിരിക്കുക. കുറച്ചിട്ട് വിളിക്കാം. ഓ ശരിടാ. ആരാടാ? അവന്മാരാണോ? കുറേ നേരമല്ലേടാ നമ്മളിവിടെ വന്നിട്ട്. അവന്മാർ കുറേ വിളിച്ചെന്നെ. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നീ ഉള്ള കാര്യം അങ്ങ് പറ. ശേ, പറയാൻ പറ്റും നല്ല കാര്യം. ഒന്ന് പോടാ, എൻ്റെ വില പോയി.
കാക്കാശിന് വിലയില്ലാത്ത നിന്റെ വിലയല്ലേ, അത് സാരമില്ല. ഓഹ്. ഡോക്ടറെ ഞങ്ങൾക്ക് പോവോ? ചെറിയൊരു സെഡേഷൻ ഉണ്ട്, ട്രിപ്പ് കഴിഞ്ഞാൽ പോവാം. ഓ ശരി ജി, വാ. പോവാം. ഒഴിച്ചാടാ. നിറച്ചൊഴിക്കടാ. ആ അങ്ങനെ ഇതാ. ആ എന്നാ ഓടാ. ഇത് പിന്നെ അതവിടെ വെച്ചിട്ട് പോടാ. ഇത് ഞാൻ നിനക്ക് സമാധാനമായല്ലോ. കയ്യിലുണ്ടായിരുന്ന കാശും പോയി, കടവ് അയാളെ തെറിയും കേട്ട് ഒരു തുള്ളി അടിക്കാൻ തന്ന അയാള്. അളിയാ വഴിയുണ്ട്. എന്തു വഴി? അയാൾ അടിച്ചോണ്ട് അവിടെ ഇരുന്നോളൂ, നമുക്കതെടുക്കാം. എടാ എവിടുന്ന്? വാ നീ. വാടാ. എടുക്ക്. ഇതാണെന്നാ ഇവിടെ ഇവിടെ